മനസ്സ് നിറഞ്ഞൊന്ന് പുഞ്ചിരിച്ചത് എപ്പോഴാ? എങ്കിൽ ദേ ഈ നിമിഷം മുതൽ, ഇപ്പോൾ മുതൽ നമുക്കൊന്ന് പുഞ്ചിരിച്ചാലോ? മനസ്സ് നിറഞ്ഞൊരു പുഞ്ചിരി കൊടുക്കാനും വാങ്ങാനും കഴിയുന്നതിനേക്കാൾ വലിയ സന്തോഷം എന്തെങ്കിലും ഉണ്ടോ? അല്ലേ? നമുക്കൊന്ന് ഉള്ളു തുറന്ന് ചിരിക്കാൻ വരുന്നതിനേക്കാൾ വലിയൊരു സന്തോഷം, വലിയൊരു കാര്യം വേറെ ഇല്ല. ഞാനിപ്പം ചിരിയെക്കുറിച്ച് പറയാനുള്ള കാരണം, ഇന്ന് ലോക പുഞ്ചിരി ദിനമാണ്. ഒക്ടോബർ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ചയാണ് ലോക പുഞ്ചിരി ദിനമായി ആഘോഷിക്കുന്നത്. പുഞ്ചിരി മെല്ലെ വിരിഞ്ഞ് അതൊരു ചിരിയായിട്ട് മാറുമ്പോൾ നമ്മുടെ ബുദ്ധിമുട്ടുകളും ആശങ്കകളും ഒക്കെ അല്പനേരത്തേക്കെങ്കിലും നമ്മൾ മറക്കും അല്ലേ? ചെറിയൊരു സന്തോഷം മനസ്സിൽ നിറയും അല്ലേ? സമാധാനം ഒരു പുഞ്ചിരിയിൽ തുടങ്ങുന്നു എന്നാണ് മദർ തെരേസ നമ്മളെയൊക്കെ ഓർമ്മിപ്പിച്ചത്. സ്മൈൽ ഡേയുടെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ അമേരിക്കൻ കലാകാരനായ ഹാർവി ബോളാണ് ആദ്യമായിട്ട് ലോക പുഞ്ചിരി ദിനം എന്നൊരു ചിന്ത മുന്നോട്ട് വച്ചത്. 1963 അദ്ദേഹം ഐക്കണിക് സ്മൈലി ഫേസ് ചിത്രം കണ്ടുപിടിച്ചു. തുടർന്നാണ് പുഞ്ചിരി ദിനം ആഘോഷിക്കാൻ തുടങ്ങിയത്. 1990 മുതലാണ് ഒക്ടോബറിലെ ആദ്യ വെള്ളിയാഴ്ച ലോക പുഞ്ചിരി ദിനമായി ആചരിച്ചു വരുന്നത്. ഇന്ന് സ്മൈലി ഇമോജികളും സ്റ്റിക്കറുകളും ഒക്കെ ഇല്ലാതെ ഒരു ദിവസം നമുക്കുണ്ടോ? ഇല്ല അല്ലേ? അപ്പോൾ ഈ വേൾഡ് സ്മൈൽ ഡേയിൽ നമുക്കൊരു കാര്യം ചെയ്യാം. മറ്റൊരാളെ പുഞ്ചിരിക്കാൻ നമുക്ക് സഹായിക്കാം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മനസ്സ് നിറഞ്ഞ് ഒത്തിരി സ്നേഹത്തോടെ പുഞ്ചിരിക്കണം. അതിന് രാഷ്ട്രീയമോ ഭൂമിശാസ്ത്രമോ സാംസ്കാരികമായ ഒരു അതിർവരമ്പുകളും ഉണ്ടാവില്ല. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വരൂ, നമുക്ക് ഒത്തുചേർന്ന് ഒന്നായി പുഞ്ചിരിക്കാം. പ്ലീസ് സ്മൈൽ അല്ലേ? ഒരു ചിരി നൽകുന്ന ഒരു സന്തോഷം അത് വേറെ ഒന്നിനും തരാൻ പറ്റില്ല. ഒന്ന് ചിരിക്കുമ്പോൾ നമ്മൾ എല്ലാം മറക്കുകയല്ലേ ആ സമയത്തേക്ക്. അപ്പോൾ ചിരിക്കൂ, ചിരിക്കാൻ പ്രേരിപ്പിക്കൂ.